ഡോക്ടർ വന്ദനദാസിൻ്റെ വീട്ടിൽ ഒരു ദിവസം ഞാൻ പോയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മരണം കഴിഞ്ഞിട്ട് എത്രയോ ദിവസങ്ങൾ കടന്നു പോയിരിക്കുന്നു. ഇപ്പോഴും അവിടെ കണ്ണീർ തോർന്നിട്ടില്ല. ഈ കേരളത്തിലെ ഏക മകളായിരുന്നു ഡോക്ടർ വന്ദനദാസ്. അപ്പോൾ ആ അച്ഛനും അമ്മയും നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ണീരോടെ മാത്രമേ കേട്ടിരിക്കാൻ കഴിയൂ. എന്ന് മാത്രവുമല്ല, കേരളത്തിലെ ഒരു വീട്ടിലും ലോകത്ത് ഒരിടത്തും ഇനി ഇങ്ങനൊരു സംഭവം ആവർത്തിക്കരുതേ എന്ന ഒരു ആഗ്രഹവുമായിട്ടാണ് ഞാൻ ആ വീട്ടിന് പുറത്തേക്ക് വന്നത്. ഇപ്പോഴും ഞാൻ ആ അച്ഛൻ്റെ കാര്യങ്ങൾ ഓർമ്മിക്കുന്നു. ഇന്ന് അദ്ദേഹം കോട്ടയത്തൊരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കറിയാം, ഈ CBI ആവശ്യം ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് ഇനി അപ്പീൽ കൊടുക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. മോഹൻദാസിൻ്റെ മാധ്യമ സമ്മേളനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് കൊന്നുകളഞ്ഞതാ, അല്ലാതെ എല്ലാവരും കൂടി കൊന്നുകളഞ്ഞതാ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ സത്യനീതി ജയിക്കാൻ വേണ്ടി ചെയ്യുക. അത് എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളൂ. മകളുടെ മരണത്തിൽ സംശയങ്ങളുണ്ടെന്ന് ഡോക്ടർ വന്ദനയുടെ പിതാവ് മോഹൻദാസ് ആരോപിക്കുന്നതിന് കാരണം FIR-ലെ പിഴവ് മുതൽ ചികിത്സ വൈകിയത് വരെയുള്ള കാര്യങ്ങളിലെ അവ്യക്തതയാണ്. സർക്കാർ CBI അന്വേഷണത്തെ എതിർക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. പോലീസ് രേഖകൾ തിരുത്തിയതും മകൾക്ക് 4.5 മണിക്കൂർ ചികിത്സ വൈകിയതും എന്തുകൊണ്ടെന്ന് അറിയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലെന്നും വന്ദനയുടെ പിതാവ്. അപ്പീൽ കൊടുക്കുന്നുണ്ട്. അത് അപ്പീൽ ഡിവിഷൻ ബെഞ്ചിലാണെങ്കിൽ തന്നെയും സത്യവും നീതിയും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. ഡിവിഷൻ ബെഞ്ചിൽ തന്നെ നമ്മുടെ അനുവദിച്ച് കിട്ടും എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. കാരണം ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമുക്ക് അറിയുവാനുള്ള ആഗ്രഹവും ലഭിക്കാനുള്ള നീതിയും കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം കോടതി തള്ളിയതോടെയാണ് സർക്കാരിനും പോലീസിനുമെതിരെ വന്ദനയുടെ പിതാവ് രംഗത്ത് വന്നത്. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നും പിതാവ് മോഹൻദാസ് പറഞ്ഞു. മകളുടെ മരണത്തിന് പിന്നിൽ IMA നേതാക്കൾക്ക് പങ്കുണ്ടോ എന്ന് സംശയമുണ്ടെന്നും പിതാവ് ആരോപിച്ചു. കഴിഞ്ഞ വർഷം മെയ് 10 രാത്രി പോലീസ് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്ന സന്ദീപിന്റെ കുത്തേറ്റാണ് ഡോക്ടർ വന്ദന മരിച്ചത്. അരുൺ രാജ്, 24 കൊല്ലം. മോഹൻദാസ് നടത്തിയ പത്രസമ്മേളനം കവർ ചെയ്ത് ഞങ്ങളുടെ കോട്ടയത്തെ പ്രതിനിധി ടോബി ജോൺസൺ തത്സമയം ചേരുന്നു. ടോബി, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം അപ്പീൽ പോകുമെന്ന് ഉറപ്പിച്ച് പറയുന്നു. ഇപ്പോഴും ഈ മരണത്തിൽ ഉത്തരവാദിയായ ആളുകളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന ആരോപണത്തിലാണോ ഈ പിതാവ് ഉറച്ചു നിൽക്കുന്നത്? തീർച്ചയായിട്ടും SKN എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സംഭവം നടന്നതിന് ശേഷം ഒരു ഘട്ടത്തിൽ പോലും അനാവശ്യമായ ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയില്ല. ഇത്രയും നാളും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രത്യക്ഷമായി ഒരു പ്രതികരണം നടത്തുകയോ ആരെയെങ്കിലും വിമർശിക്കുകയോ ചെയ്തിരുന്നില്ല. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ കാര്യങ്ങൾ പറയാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്നൊരു വാർത്താ സമ്മേളനം വിളിച്ച് നമ്മളോട് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം CBI അന്വേഷണമാണ് ആവശ്യപ്പെട്ടത്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ, അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ച നിലപാടുകൾ, അതിൽ ഒരു തരത്തിലും ആ കാര്യങ്ങൾ ന്യായീകരിക്കാവുന്നതല്ല. ഒരുപക്ഷെ ആ പോലീസ് ഉദ്യോഗസ്ഥരും അവിടെയുണ്ടായിരുന്ന ഗാർഡുകളുമൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ തന്റെ മകൾ നഷ്ടപ്പെടില്ലായിരുന്നു എന്നൊരു കാര്യമാണ്. ആ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിൽ ഇത്തരത്തിലുള്ള ഒരു ഹർജി ഈ പിതാവ് നൽകുന്നത്. പക്ഷേ അതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് അദ്ദേഹം പറയുന്നത്, ഈ ഹൈക്കോടതിയിൽ ഈ ഹർജി പരിഗണിച്ചപ്പോൾ സർക്കാരാണ് അല്ലെങ്കിൽ പോലീസാണ് ഈ വിഷയത്തെ ഏറ്റവും കൂടുതൽ എതിർത്തത്. സർക്കാർ ഇത്തരത്തിൽ ഈ ഹർജിയെ എതിർത്തത് എന്തിനാണെന്ന് അദ്ദേഹം ചോദിക്കുന്നു. നിരവധി കേസുകൾ സർക്കാരിന് മുന്നിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. ആ കേസുകളിലൊന്നും സ്വീകരിക്കാത്ത തരത്തിലുള്ള ഒരു നിലപാട് ഈ ഒരു കേസിൽ എന്തുകൊണ്ട് സർക്കാർ സ്വീകരിച്ചു? ഈ കേസിൽ CBI അന്വേഷണം വേണ്ട എന്ന് കട്ടായം പറഞ്ഞത് എന്തിനാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പ്രധാനമായിട്ടും ചോദിക്കുന്നത്, CBI ആദ്യഘട്ടത്തിൽ കൂടുതൽ കേസുകൾ ഉള്ളതുകൊണ്ട് ഈ കേസ് പരിഗണിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ എടുക്കാൻ സാധിക്കില്ലെന്ന് കോടതിയിൽ പറഞ്ഞിരുന്നാൽ അവസാനം കോടതി പറഞ്ഞാൽ ഈ കേസ് അന്വേഷിക്കാമെന്ന് CBI പോലും കോടതിയിൽ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ, ചില ആക്ഷേപങ്ങൾ, ചില ആരോപണങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നുപോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുള്ള പ്രധാന കാരണം, തന്റെ മകൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് 4.5 മണിക്കൂറോളം ചികിത്സ ലഭിക്കാതെ കഴിയേണ്ടി വന്നു എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം. 1.5 മണിക്കൂറോളം വേണ്ടിവന്നു ആശുപത്രിയിൽ എത്തിക്കാൻ. വിദഗ്ധ ചികിത്സയുള്ള പല ആശുപത്രികളും അവിടെ ഉണ്ടായിരുന്നിട്ട് അവിടെയൊന്നും കൊണ്ടുപോകാതെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്തിന് എന്നുള്ള ചോദ്യമടക്കം
ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം IMAക്കെതിരെയാണ്. അവരുടെ നേതാക്കൾ ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് നടത്തിയ ചില പ്രതികരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഒരു രക്തസാക്ഷിയെ ഉണ്ടാക്കിയെടുക്കാനുള്ള നീക്കമാണോ നടന്നതെന്ന തരത്തിലുള്ള ഒരു സംശയം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം CBI അന്വേഷിക്കണമെന്ന് തന്നെയുള്ള ഒരാവശ്യം മുന്നോട്ട് വെക്കുന്നത്. 89 ദിവസം കൊണ്ടാണ് പോലീസ് ഇതിന്റെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. പക്ഷേ അത് പോരാ, കാരണം വിശദമായിട്ടൊരു അന്വേഷണത്തിലേക്ക് പോയിട്ടില്ല. ഈ ഒരു പ്രതിയിലേക്ക് മാത്രമാണ് പോലീസ് കാര്യങ്ങൾ അന്വേഷിച്ചത്. എന്നാൽ അതിനപ്പുറത്തേക്ക് മരണത്തിന് കാരണമായ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചികിത്സ ലഭ്യമാക്കുന്നതിൽ വന്ന വീഴ്ച, ഈ കുട്ടിയെ രക്ഷിക്കുന്നതിൽ അവിടെ ഉണ്ടായിരുന്നവരും ഒപ്പമുണ്ടായിരുന്നവരും പോലീസ് ഉദ്യോഗസ്ഥർക്കുമെല്ലാം വീഴ്ച വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കണം. ഒപ്പം തന്നെ ഇതൊരു ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കുന്ന സാഹചര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണമാണ് പിതാവ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും ഈ ഒരു അപ്പീൽ നൽകാൻ തന്നെയാണ് ഇപ്പോൾ പിതാവ് തീരുമാനിച്ചിട്ടുള്ളത്. ഡിവിഷൻ ബെഞ്ചിൽ നിന്നും തനിക്ക് നീതി ലഭിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നടന്ന ഈ സംഭവം നമ്മുടെ ആയിരക്കണക്കിന് രോഗികൾ വരുന്ന ഇത്തരം ആശുപത്രി സംവിധാനങ്ങളിലുള്ള സുരക്ഷാ പിഴവിലേക്ക് കൂടി അന്ന് വിരൽ ചൂണ്ടി. അത് കഴിഞ്ഞ് എന്തൊക്കെ ആരോഗ്യവകുപ്പ് എടുത്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു 3-4 പോലീസുകാരും ചില സെക്യൂരിറ്റി കക്ഷികളും മാത്രമുള്ള ഒരു സ്ഥലത്ത് രാത്രി നേരങ്ങളിൽ ഇങ്ങനെയുള്ള നരാധമന്മാർ കടന്നു കയറിയാൽ എന്തും സംഭവിക്കാം എന്നൊരവസ്ഥ നമ്മുടെ താലൂക്ക് ആശുപത്രികളിലോ ജില്ലാ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലോ വരാൻ പാടില്ല. അതിന് എന്തുമാത്രം തിരുത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്നെനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ഈ കോട്ടയത്തെ ഈ മോഹൻദാസിൻ്റെ വീട്ടിൽ ഈ മരണാനന്തരം ആയിരക്കണക്കിന് ആളുകളാണ് ഇരച്ചെത്തിയത്. അതിൽ വലിയ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞില്ല, ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആ വീട്ടിലിപ്പം ആരും എത്താറില്ല. ഇവർ രണ്ടുപേരും, ആ അമ്മയും അച്ഛനും മാത്രം കണ്ണീരോടെ അവിടെ കാത്തിരിക്കുകയാണ്. തൻ്റെ മകൾക്ക് നീതി കിട്ടിയില്ല, അന്ന് സഹായിക്കും, ത്രൂഔട്ട് കൂടെ കാണും, ഞങ്ങളില്ലാതെ നിങ്ങൾക്കൊരു ജീവിതമില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ ആളുകളെ ഒന്നും അവിടെയെങ്കിലും കാണാനില്ല. മലയാളികൾ പെട്ടെന്ന് കാര്യങ്ങൾ മറന്നുപോകും എന്നതിന് ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ മോഹൻദാസിൻ്റെ അനുഭവം. FIRലെ പിഴവ് മുതൽ തൻ്റെ മകൾക്ക് ചികിത്സ താമസിപ്പിച്ചതുവരെയുള്ള കാര്യങ്ങൾ ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിന് മകളുടെ മരണത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. പലപ്പോഴും അദ്ദേഹം എന്നോട് തന്നെ നേരിട്ട് കണ്ടപ്പോൾ കുറേ അധികം ചോദ്യങ്ങൾ ചോദിച്ചു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഞങ്ങളുടെ പ്രതിനിധി അരുൺരാജാണ് ആദ്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത്. അരുൺരാജ് വളരെ വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു അന്നും അതിൻ്റെ പിറ്റേ ദിവസവും. എന്നിട്ട് പോലും ഇദ്ദേഹത്തിൻ്റെ സംശയങ്ങൾക്കൊന്നും മറുപടി പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. വളരെ ആഴത്തിലുള്ളൊരു അന്വേഷണം വേണം. പണ്ട് കോടതി ഒരു കാര്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ പിതാവിൻ്റെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കുന്ന ഒരു അന്വേഷണം തന്നെ നടക്കാൻ സർക്കാർ തന്നെ മുൻകൈ എടുക്കട്ടെ എന്നാണ് നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്.